ഓൺലൈൻ ട്രേഡിംഗിലൂടെ അമിത ലാഭം വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയ അന്തർ സംസ്ഥാന എടോ കിഷോറെ, താനിത് കണ്ടോ? സംസ്ഥാനത്ത് AI ട്രേഡിംഗിന്റെ പേരിൽ തട്ടിപ്പ് 1694 കോടി രൂപയാണ് മലയാളികളിൽ നിന്ന് 3 വർഷം കൊണ്ട് തട്ടിച്ചെടുത്തത്. ശരിക്കും ട്രേഡിംഗ് ഇത്രയും കുഴപ്പം പിടിച്ച പണിയാണോ? അപ്പോൾ താനൊക്കെ ഇത് ഇപ്പോഴാണോ അറിയുന്നത്? ഈ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് ഇതിനകത്തുള്ള തട്ടിപ്പൊക്കെ എത്ര കാലം കൊണ്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ആളുകൾക്ക് ഇതിനെപ്പറ്റി വ്യക്തമായ ഒരു ബോധ്യം ഇല്ലാത്തതിൻ്റെ പ്രശ്നം കൊണ്ട് മാത്രം പിന്നെയും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇന്ന് എന്താ ഇവിടെ നടക്കുന്നത്? ആളുകൾക്ക് പെട്ടെന്ന് കാശുണ്ടാക്കണം, പെട്ടെന്ന് കാറ് വേണം, ലക്ഷറി എന്തൊക്കെയുണ്ടോ അതിൻ്റെ പുറകെ ഓടണം. ഇതിനാകെ കൂടെ ഉള്ളത് എന്താണ്? ഒരു ജോലിയാണ്, അതിൽ നിന്നുള്ള വരുമാനമാണ്. സോ പെട്ടെന്ന് കാശുണ്ടാക്കുക, ഇതിനൊക്കെ വേണ്ടി പെട്ടെന്ന് കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് നേരെ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരിക. ആളുകൾ അന്ധമായി വിശ്വസിക്കുന്നത് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് അങ്ങ് പെട്ടെന്ന് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കാശ് ഇങ്ങ് കിട്ടുമെന്നുള്ളതാണ്. ഇതിൻ്റെ കൂടെ ടെക്നോളജിയെ ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിക്കുക. സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് കാശ്, ടെക്നോളജി, ഇത് രണ്ടും കൂടെ ആകുമ്പോഴത്തേക്കും ഒരു വ്യക്തിയുടെ ഇമോഷനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. എന്ന് കേൾക്കുമ്പോഴത്തേക്ക് ഇന്ന് ആളുകൾ വിചാരിക്കുന്നത് എന്തോ ഒരു റിസ്ക് ഫ്രീ മണി മെഷീനായിട്ടാണ് കാണുന്നത്. പക്ഷേ സ്കാമേഴ്സ് ഇത് നാട്ടുകാരെ പറ്റിക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് ടൂളായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എടുക്കുക, അതിനകത്ത് ഡീപ് ഫേക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്യുക. ഇപ്പോൾ തന്നെ നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റും, നിർമ്മലാ സീതാരാമൻ, അതുപോലെ നാരായണമൂർത്തി, ഇവരുടെയൊക്കെ ഡീപ് ഫേക്ക് വീഡിയോ. ഇതിൽ അവർ പറയുന്നത് എന്താണ്? 20,000 രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാസം ഇത്ര രൂപ വെച്ച് റിട്ടേൺ കിട്ടുമെന്ന്. ഇത് കാണുന്ന ഒരു വ്യക്തി മിനിമം ചിന്തിക്കുന്നില്ല ഇതിൻ്റെ ആവശ്യം ഒരു കേന്ദ്രമന്ത്രിക്കോ അതല്ലെങ്കിൽ ഇൻഫോസിസിൻ്റെ സ്ഥാപകനോ ഇല്ല എന്നുള്ള കാര്യം. ആ ലോജിക്കിനെ നമ്മൾ പോകുന്നില്ല. അതിന് പകരം പെട്ടെന്ന് കാശുണ്ടാക്കുക, അപ്പോൾ ഇത് ശരിയായിരിക്കാം എന്ന പോയിന്റിലേക്കാണ് ആളുകൾ ചിന്തിക്കുന്നത്. ഈ ചിന്തയാണ് ശരിക്കും സ്കാമേഴ്സിന് ഏറ്റവും അധികം ഉപകാരപ്പെടുകയും ചെയ്യുന്നത്. എപ്പോഴും നമ്മൾ മനസ്സിലാക്കി മതിയാവും, ഏതൊരു പ്ലാറ്റ്ഫോമും നല്ലതാണ്, പക്ഷേ അതിനകത്ത് നമ്മളുടെ ഇമോഷൻ എങ്ങനെയാണ് എന്നുള്ളതാണ് സ്കാമേഴ്സ് യൂസ് ചെയ്യുന്നത്. ഈ തട്ടിപ്പ് ഒഴിവാക്കാൻ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, നമ്മൾ റിയാലിറ്റിയെ ഉൾക്കൊള്ളുക. ഈ ഗ്യാരണ്ടീഡ് പ്രോഫിറ്റ് എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കുക, മറ്റൊരാൾക്ക് നമ്മുടെ കയ്യിലിരിക്കുന്ന കാശ് ആവശ്യമുള്ളത് കൊണ്ടാണ് അവർ ഗ്യാരണ്ടി എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. RBI പോലും ബാങ്കുകൾക്ക് കൊടുത്തിരിക്കുന്നത് ഒരു വർഷം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പരമാവധി ഒരു 8% അല്ലെങ്കിൽ 9% മാക്സിമം ആണ് പറയുന്നത്. നമ്മുടെ റിപ്പോ റേറ്റ്സും റിവേഴ്സ് റിപ്പോയെ പറ്റിയൊക്കെ എപ്പോഴും ടി വിയിലൊക്കെ കാര്യങ്ങൾ വരാറുള്ളതാണ്. പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ഒരാൾ കൊടുക്കുന്ന ഗ്യാരണ്ടി ഒരു മാസം 30%, 40% ഒക്കെയാണ്. ഇതൊരു റെഡ് ഫ്ലാഗ് ആണ് എന്നുള്ള കാര്യം ഒരു വ്യക്തി ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. 30-40% പറ്റി കേൾക്കുമ്പോൾ പെട്ടെന്ന് പണക്കാരനാകാം എന്ന ചിന്തയിലാണ് ഇവരെ നേരെ ഇത്തരം ഫേക്ക് ആപ്പുകളിലേക്ക് കൊണ്ടുപോകുന്നത്, സ്കാമേഴ്സിനെ കണക്ട് ചെയ്യുന്നത്. സോ ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റ് തന്നെയാണ്, അതായത് ഈ ഇമോഷൻ, ഇവരുടെ ഇമോഷൻ, പെട്ടെന്ന് കാശുണ്ടാക്കുക എന്നുള്ള ആ ഇമോഷനെയാണ് അവർ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്. ഇതിനെന്ത് ചെയ്യുന്നു? അവർ ഫേക്ക് ആപ്പിൻ്റെ പിക്ചർ കൊടുക്കുന്നു, നിങ്ങൾക്ക് ഒരുപാട് ലാഭം കിട്ടിയതായിട്ട് കാണിക്കുന്നു, കൂടെ ഉള്ളവരെ അതിനകത്ത് കൊണ്ടുവരാനായിട്ട് പറയുന്നു. ഇപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെയുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ MLM സ്കീമിൽ ജോയിൻ ചെയ്യിക്കുക. സ്റ്റോക്ക് മാർക്കറ്റിനകത്ത് കണക്ട് ചെയ്തുകൊണ്ട് ആളുകളിൽ കൊണ്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്യിച്ച് കൂടുതൽ റിട്ടേൺസ് കൊടുക്കുക, റെഫറൽ ഇൻകം കൊടുക്കുക. ഇത്തരം കാര്യങ്ങളും ഇപ്പം വന്നിട്ടുണ്ട്. ആളുകൾ വിചാരിക്കുന്നത് സ്റ്റോക്ക് മാർക്കറ്റിനകത്ത് MLM സ്കീം ഉണ്ട് എന്നുള്ളതാണ്. ഇതിനെപ്പറ്റി വ്യക്തമായി പഠിക്കാതെ മനസ്സിലാക്കാതെ ഇൻവെസ്റ്റ് ചെയ്യുന്നവരുടെ അവസാനം എന്ന് പറയുന്നത് ഈ പറയുമ്പോഴത്തെ വലിയ ലോസുകളിലേക്കാണ് ചെന്നെത്തുന്നത്. ഇതൊക്കെ തന്നെയും ഇതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഈ പോകുന്ന കാശൊക്കെ തന്നെയും ഇവിടെ നിന്ന് പുറത്തേക്കാണ് ഒഴുകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിന് നിയമപരമായിട്ട് എന്തെങ്കിലും നടപടി സ്വീകരിച്ച് ഈ കാശ് ഇവർക്ക് തിരിച്ചെത്തിക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം കൂടിയാണ്. ഫിനാൻഷ്യൽ ലിറ്ററേറ്റ് ആകുക എന്നുള്ളത് മാത്രമേ ഇതിന് ഒരു സൊല്യൂഷനായിട്ടുള്ളൂ. സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് കടന്നു വരിക എന്ന് പറയുന്നത് മറ്റൊരാളുടെ വാക്ക് കേട്ടിട്ടല്ല. ഇനി അഥവാ കേട്ട് വന്നു കഴിഞ്ഞാലും ഇവിടെ എന്താണ് നടക്കുന്നു എന്നുള്ളതിനെപ്പറ്റി വ്യക്തമായിട്ട് ആദ്യം പഠിക്കാൻ ശ്രമിക്കുക. ഏതൊരു കാര്യവും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ മാത്രമേ അതിന് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. എസ്പെഷ്യലി നമ്മൾ കാശ് എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ടത് എൻ്റെ സ്വന്തം കാശാണ് ഞാൻ ചിലവാക്കാൻ പോകുന്നത്. അപ്പോൾ അത് ലാഭത്തിൽ എത്തിക്കുക എന്നുള്ളത് എൻ്റെ മാത്രം ഉത്തരവാദിത്വമാണ്. അത് മറ്റൊരാളെ ഏൽപ്പിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഫിനാൻഷ്യൽ ലിറ്ററസിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള ചിന്ത നമുക്കുണ്ടായിരിക്കേണ്ടത്. ഇതില്ലാതെ പോകുന്നിടത്താണ് ഓരോ വ്യക്തിയും നഷ്ടത്തിലേക്ക് പോകുന്നത്. നഷ്ടം വരുമ്പോൾ മാത്രം മറ്റൊരു ആൾ അതിന് കാരണമായി എന്ന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സോ നമ്മൾ മാത്രമല്ല, നമ്മുടെ താഴെയുള്ള കുട്ടികളെ ഉൾപ്പെടെ നമ്മൾ ഫിനാൻഷ്യലി ലിറ്ററേറ്റ് ആക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ന് ടെക്നോളജി അതിൻ്റെ പീക്കിലേക്ക് പോകുമ്പോൾ നല്ല കാര്യങ്ങൾ മാത്രമല്ല നമ്മുടെ ചുറ്റും സംഭവിക്കുന്നത്, ഒരുപാട് ദുരന്തങ്ങളുമുണ്ട്. അപ്പോൾ ഇത് കുട്ടികളെ ബോധവൽക്കരിക്കണമെങ്കിൽ, നമ്മുടെ ചുറ്റുമുള്ള ആളുകൾക്ക് ഇത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പഠിക്കാൻ ശ്രമിക്കുക. ഓരോ കാര്യവും ചെറുതാണേലും വലുതാണേലും, പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യം. ഈ ഹിസ്റ്ററിയും സയൻസും മാത്സും ഒക്കെ പഠിക്കുമ്പോൾ തന്നെ ജീവിതത്തിൽ പഠിച്ചിരിക്കേണ്ട വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ് ഫിനാൻസ് എന്ന് പറയുന്നത്. എവിടെ, എപ്പോൾ, എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളത്. സോ അതൊന്ന് മുമ്പ് പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് പഠിച്ചേ പറ്റൂ, അതല്ലെങ്കിൽ നാളെ പഠിച്ചേ മതിയാവും. അതല്ല എങ്കിൽ ഇത്തരം സ്കാമുകളിൽ ചെന്ന് വീണിട്ടായിരിക്കും നമ്മൾ ഓരോന്നും പഠിക്കുന്നത്.